ഹായ് ഹലോ ഗ്ലാമിത്തി മിഴിയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് കോയമ്പത്തൂർ ആദിയോഗി ക്ഷേത്രം കാണാനുള്ള മേക്കപ്പായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോൾ മേക്കപ്പ് ഫോട്ടോ ആയിട്ട് എടുത്ത് ഇട്ടതാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കുതിരാൻ തുരങ്കമാണ് കാണുന്നത്. ഇത് കുറച്ച് ദൂരമുള്ളൂ. കുറേ വലിയ ലെങ്ത്ത് വീഡിയോ ഇടാൻ പറ്റാത്ത കാരണം കുറച്ച് ദൂരം എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഒരു വണ്ടിയിൽ ഒരു 8-9 പേരുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ഫാമിലിയും അതുപോലെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി മാത്രം ഉണ്ടായിരുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 1:30ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഇഷ അവിടെ എത്തി. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിലുള്ളൊരു ശിലയിൽ കുത്തിവെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ അവാർഡാണ്. ഇതൊക്കെ ഫോട്ടോ ആയിട്ടാണ് ഇടാൻ പറ്റിയിട്ടുള്ളത്. വീഡിയോ ഉണ്ട്, പക്ഷേ ലെങ്തി വീഡിയോ ആയതുകൊണ്ട് നമുക്കത് മൊത്തം കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വീഡിയോ അല്ല, യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ടായിരുന്നു. അത് കാരണം ഞാൻ എടുത്ത വീഡിയോ അല്ല ഇത്. എനിക്ക് ലൈവ് ഇടുന്നതുകൊണ്ട് വീഡിയോ അധികം സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അകലേന്ന് തന്നെ ശിവൻ്റെ ആ ഒരു രൂപം നമുക്ക് കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര ത്രില്ലടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടെന്ന് വെച്ചാൽ നേരിട്ട് കാണുമ്പോൾ ഒരു ആങ്സൈറ്റി ആയിരുന്നു മൊത്തം. അന്ന് ശിവരാത്രിക്ക് കുറച്ച് ദിവസം മുമ്പായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നമുക്കിങ്ങനെ ഒരു കാളപ്പുറത്തല്ല, ഒരു കാളവണ്ടിയിൽ സവാരി ഉണ്ടെന്നുള്ളത്. ഞങ്ങൾ അതിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. തൊട്ടപ്പുറത്ത് കൂടെ വേറെയും ആൾക്കാർ നടക്കുന്നുണ്ട്, അതുപോലെ കാളവണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ ഇങ്ങനെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരു 200 മീറ്റർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കാളവണ്ടി യാത്ര. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. അതിനകത്തൊരു മെഡിറ്റേഷൻ സെൻറ്റർ ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുളമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതൊക്കെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ലൈറ്റ്, ശിവൻ്റെ അവിടുത്തെ ലൈറ്റ് മിസ്സാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ തിരിച്ച് നടക്കുക ചെയ്ത്. മെഡിറ്റേഷൻ ഇപ്പോൾ ആ പോയിന്റിലെത്തി, മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ പോയിന്റിലെത്തി. പക്ഷെ ഞങ്ങൾ അതിനകത്ത് കയറിയില്ലായിരുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങി തിരിച്ച് നടന്ന് കുറച്ച് എത്തിയപ്പോൾ വെള്ളമൊക്കെ തളിച്ചപ്പോൾ ഞങ്ങൾ ചെറിയ അവിടെയുള്ളൊരു അതിനകത്ത് തന്നെ ഒരു ടീ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറി വെള്ളവും ബജ്ജിയൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ മാറ്റി അങ്ങനെ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അക്ഷമയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ലൈറ്റ് തുടങ്ങുന്നത്. നല്ല തിരക്കായിരുന്നുകൊണ്ട് കുറച്ച് ദൂരെയാണ് സ്ഥലം കിട്ടിയത്. ലൈറ്റിംഗ് തുടങ്ങി ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു കേട്ടോ. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണണം. നമുക്ക് എല്ലാം മറന്ന് ഭയങ്കര ഭക്തിപരമായൊരു സിറ്റുവേഷനിലേക്ക് മാറുന്ന, എനിക്ക് കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ടായിരുന്നു വെച്ചാലും കണ്ണ് നിറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇന്ന് വളരെ അടുത്ത് നിന്ന് കാണുന്നൊരു ഫീലായിരുന്നു. ലൈറ്റൊക്കെ കൂടി വന്നപ്പോൾ ശരിക്കും ഇത്രയും വലിയൊരു സംഭവമാണെന്ന് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് വീഡിയോ കാണുമ്പോഴൊരു ഫീലല്ല. ഇത്രയും വലിയ സംഭവമായിരുന്നു എന്നുള്ളത് നമുക്കൊരു വണ്ടർ അടിച്ചു പോകുന്ന സിറ്റുവേഷനായിരുന്നു. പിന്നെ അതിലവർ റെക്കോർഡ് വോയിസ് ഇട്ട് തന്നിരുന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ മൊത്തം ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 3/4 ഭാഗത്തോളം ഞാൻ ലൈവിൽ കാണിച്ചിരുന്നു. കുറേ പേര് ലൈവ് കണ്ടായിരുന്നു. ലൈവ് കണ്ടവരൊക്കെ നേരിട്ടും അല്ലാതെയൊക്കെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരിട്ട് കണ്ടൊരു ഫീൽ കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അവസാനം കുറേ നേരം നിന്ന് ഒരു 10-20 മിനിറ്റോളം ഉണ്ടായിരുന്നു ഈ ലൈറ്റിംഗ് സംഭവങ്ങൾ. അത് തുടങ്ങുന്നതിന് മുമ്പ് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. 7 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരു 7:10 കഴിഞ്ഞപ്പോഴാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഫുള്ള് തിരക്കായിരുന്നു. ഈ കാണുന്നതൊക്കെ മൊബൈലുകളാണ്. ആൾക്കാർ മൊത്തം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ആരൊക്കെ വന്ന് എൻ്റെ കൈമൊക്കെ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബ് ലൈവിലും കുറച്ച് മിസ്സിങ്ങൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ എടുത്തു കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ നേരത്ത് നല്ല ബ്ലോക്കൊക്കെ കിട്ടിയിരുന്നു. അത്രയും തിരക്കുള്ളതുകൊണ്ട് അത് ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണിത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം. ഈ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.